ഈ ഒരു കാര്യം കേൾക്കണം. പത്രോസ്ലീഹായുടെ വള്ളം ശൂന്യമായിരുന്നു. ആ വല മടക്കി വെക്കാൻ തുടങ്ങിയതാ കഴുകിയിട്ട്. മടക്കി വെക്കാൻ വരട്ടെ കേട്ടോ, ഇതിനൊന്നും ഗുണമില്ലെന്നും പറഞ്ഞ് ഗേറ്റ് കടന്ന് പോകാൻ വരട്ടെ. നീ കാണുന്നുണ്ടോ ഒരു ദൈവം നിന്റെ ആ ജീവിതത്തിൽ കയറി വരുന്നത്? എവിടെയോ കെട്ടിയിട്ട് സൈഡിൽ കിടക്കുക, നിന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവം കയറി വരുന്നത് നീ കാണുന്നുണ്ടോ? ഈ ലോകത്തിലെ വലിയ VVIPകൾ കയറി വന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിൽ നീ പോലും അറിയാത്ത കാര്യങ്ങൾ വരാൻ തളരത്തില്ല. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്ക് വലയിറക്ക്. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഗുരോ ഇന്നലെ രാത്രി ഫുൾ ടൈം ഇതായിരുന്നു പരിപാടി, ഒന്നും കിട്ടിയില്ല, ഒന്നുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ വലയിറക്കിയപ്പോൾ നിറയെ മത്സ്യങ്ങൾ. പക്ഷെ ഒരു കുഞ്ഞ് അപകടം, അത് കീറാൻ തുടങ്ങി ആ വല. ഈ മത്സ്യമെല്ലാം പോകത്തില്ലേ? ദൈവമാണോ നിനക്ക് തന്നത്? ആരെല്ലാം എന്തെല്ലാം ചെയ്താലും അതിനകത്തൊന്നുപോലും നഷ്ടമാകത്തില്ല. വല കീറി തുടങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ മീൻ പുറത്തു പോയി എന്ന് എഴുതിയിട്ടില്ലല്ലോ. വല കീറിയാൽ മീൻ പുറത്തു പോകണ്ടേ? അതെന്താ അങ്ങനെ എഴുതിയത്? വള്ളത്തിൽ തികയാത്തോണ്ട് മറ്റു വള്ളങ്ങളെ ആംഗ്യത്തിൽ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് നിറച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ ചില കീറലുകൾ അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് ദൈവമാണോ കുടുംബജീവിതം തന്നത്? ചിലപ്പോൾ അതിനകത്ത് ചില കീറലുകളൊക്കെ വരാം, ചില വഴക്കുകൾ വരാം, ചില പിണക്കങ്ങൾ വരാം, പക്ഷെ നഷ്ടമാകത്തില്ലൊന്നും. നിനക്ക് ദൈവമാണോ ഈ ബിസിനസ് തന്നത്? നിനക്ക് ദൈവമാണോ ഈ മക്കളെ നൽകിയത്? നിനക്ക് ദൈവമാണോ ആ പേഴ്സിനകത്ത് ആ പൈസയൊക്കെ തന്നത്? ദൈവമാണോ ആ സ്ഥലം നിനക്ക് ദൈവമാണോ തന്നത്? ഒന്നും നഷ്ടമാകത്തില്ല. ഒന്നും ദൈവം തന്നതൊന്നും നഷ്ടമാകില്ലെന്ന് വിശ്വസിച്ച് ഇന്ന് ഇവിടുന്ന് പടിയിറങ്ങി പോകുമ്പോൾ ഇത് വിശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടാ. ഒന്നും ശരിയാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടുന്ന് പോകേണ്ടത്, വെറുതെ വരണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടല്ല. എന്തോ ഒരു നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ നടക്കാനുണ്ട്, എന്തോ ഒരു അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ടാണ് ദൈവം നിന്നെ പല ദേശത്തുനിന്ന് വിളിച്ച് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആ നിയോഗങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാ കണ്ണുകൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, വായുവിൽ വരയ്ക്കുന്ന വര പോലെ ആവരുത് നമ്മുടെ പ്രാർത്ഥന. മനസ്സിൽ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് നിയോഗം പ്രാർത്ഥിച്ച് 437 പേരുടെ നിയോഗവും ഇന്നലെ 296 പേരുടെ നിയോഗവും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ സമർപ്പിച്ച നിയോഗമുണ്ട്. കയ്യിൽ നിയോഗ കൊന്ത പിടിച്ചവരുണ്ട്. ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് ആ കൊന്ത പിടിച്ച് ഈ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റെടുത്തേ, കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തേ. എത്ര ദിവസം മുമ്പ് യാത്ര പുറപ്പെട്ട് ഇവിടെ വന്നതാണ്. പുറത്ത് റൂം എടുത്ത് ഇവിടെ വന്ന് സ്ഥല സൗകര്യങ്ങൾ കുറവായിരുന്നിട്ടും എത്രയോ റിസ്ക് എടുത്ത് നിങ്ങൾ പ്രാർത്ഥന കേട്ടു. ഇതിന്റെ അനുഗ്രഹം ഭവനങ്ങളിൽ വെളിപ്പെടണ്ടേ? ഇതിന്റെ അനുഗ്രഹങ്ങൾ തലമുറകളിൽ വെളിപ്പെടണ്ടേ? കഴിഞ്ഞ 9 ദിവസം പ്രാർത്ഥിക്കുവാണ്. +1 +2 SLC ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് വിജയത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രാർത്ഥിക്കുക. നിയോഗം തന്ന ചില പ്രധാനപ്പെട്ട നിയോഗമാണ്. തകർന്ന കുടുംബ ബന്ധങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ച്. തകർന്ന് എൻ്റെ മകൻ്റെ ജീവിതം, എൻ്റെ മകളെ കല്യാണം കഴിച്ച് അയച്ച ആ സ്ഥലത്ത്, അവിടെ ആ വീട്ടിൽ എൻ്റെ ഇന്ന വ്യക്തി, എൻ്റെ കുടുംബത്തിനകത്ത് ഒരു ദിവസം സന്തോഷം, 10 ദിവസം വഴക്ക്, 10 ദിവസം സമാധാനം, യാത്ര പോകുന്നു, ഫുഡ് കഴിക്കുന്നു, 1 മാസം മിണ്ടത്തില്ല. എന്താണാവോ എൻ്റെ വീട്ടിലിങ്ങനെ? ഞങ്ങൾ തന്നെ ആയിരുന്നോ ഇനി വിവാഹം കഴിക്കേണ്ടിയിരുന്നത്? ഇനി ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? ആവശ്യമില്ലാത്തത് ചിന്തിക്കേണ്ട. ചില തകർച്ചകൾ മാറാൻ ദൈവം ഒരുക്കുന്ന സമയമാണ്. അതിനാകൊണ്ടാണ് നിന്നെ ദൈവം വിളിച്ചതിനകത്ത് കയറ്റിയിരുത്തിയത്. ചില തകർച്ചകളെ ഓർത്ത് പ്രാർത്ഥിച്ച് ഉദ്ധിതനായ യേശുവിന്റെ നാമത്തിൽ തകർന്ന ബന്ധങ്ങൾ, തകർന്ന കുടുംബങ്ങളെ ദൈവം പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ, പുതുക്കി പണിയണമേ. തകർന്ന ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ, അവരെ അതിൽ നിന്ന് രക്ഷിക്കണമേ, അവരെ സ്നേഹത്തിൽ കൊണ്ടുവരണമേ, ഐക്യത്തിൽ കൊണ്ടുവരണമേ, അനുഗ്രഹമുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രോഗസൗഖ്യം. ചിലർ ഇന്ന് സാക്ഷി പറഞ്ഞപ്പോൾ കേട്ടില്ലേ? പറഞ്ഞു കിഡ്നി സൗഖ്യം ഉണ്ടാകട്ടെ. ആ വിഷമമുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മേഖലകളിൽ സൗഖ്യമായത് മാറി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഏത് അവയവത്തിനാണ് നിങ്ങൾക്ക് വിഷമമുള്ളത്, ഏതു ശരീരത്തിന്റെ ഭാഗത്താണ് വേദന അനുഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ പറയണം. 3 പ്രാവശ്യമെങ്കിലും വിശ്വാസത്തിൽ അകത്ത് പറയണം. യേശുവിന്റെ നാമത്തിലുള്ള ഒരു സൗഖ്യം അപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ, ആ രോഗം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ സംഭവിക്കട്ടെ. നടുവേദനയുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ഹാർട്ടിന് പ്രശ്നമുള്ളവർ, നടക്കുമ്പോൾ കിതയ്ക്കുന്നവർ, ശരീരത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, ഉറങ്ങാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, പലതരത്തിൽ
വേദനകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യമായത് മാറട്ടെ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്നു, വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില അമ്മമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ ഇത്ര വയസ്സായി, എൻ്റെ മകൾ ഇത്രയും പ്രായമായി, വിവാഹം ഒത്തുവരുന്നില്ല, വിവാഹം നടക്കുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണം പ്രിയരെ. ആ മകന്റെ ആ മകളുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് മംഗളകരമായ ഒരു കാര്യം ഭവനത്തിൽ നടക്കട്ടെ. ഉത്സവത്തിന്റെ ആഘോഷം എന്ന പോലെ ചില നന്മകൾ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ നടക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, എന്തേലും ഒരു കല്യാണം നടക്കാനല്ല, ഏതേലും ഒരു കല്യാണം നടക്കാനല്ല ദൈവം ചേർത്തു വച്ചത്. വാശി പിടിച്ചൊന്നും മേടിച്ചെടുക്കണ്ട, വാശി പിടിച്ച് ആരെയും സ്വന്തമാക്കാൻ നിൽക്കണ്ട. അതൊക്കെ പിന്നീട് ദോഷവാ, അതൊക്കെ പിന്നീട് കയ്പാ. വാശി പിടിച്ചൊന്നും എനിക്ക് വേണ്ട, വാശി പിടിച്ച് പണം വേണ്ട, വാശി പിടിച്ച് ആ ബന്ധം വേണ്ട, എനിക്ക് വാശി പിടിച്ചൊന്നും വേണ്ട. ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ചത് മതി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കാൻ ഇടവരും. ഒന്നും ദൈവത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിക്കണ്ട, ഒന്നും വാശി പിടിച്ചു മേടിക്കണ്ട. ഇത് നടന്നായി, അത് വേണ്ട. ദൈവം എനിക്ക് തന്നതാണെങ്കിൽ മതി, ദൈവം എനിക്ക് തന്ന ശുശ്രൂഷ മതി, ദൈവം എനിക്ക് തന്ന പണം മതി, ദൈവം എനിക്ക് തന്ന ബന്ധം മതി, ദൈവം എനിക്ക് തന്ന സ്ഥലം മതി, ദൈവം എനിക്ക് തന്ന ആരോഗ്യം മതി. നിങ്ങൾ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മകന്റെയും മകളുടെയും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു പന്തൽ ഉയരുന്നത്, നിങ്ങളുടെ കുടുംബക്കാർ സന്തോഷത്തോടെ വരുന്നത്, വിവാഹത്തിന് ക്ഷണിക്കാൻ നിങ്ങൾ പോകുന്നത്, അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വിവാഹത്തിന്റെ മേൽ, ഒരു കുടുംബ ജീവിതത്തിന്റെ മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും. യേശുവിന്റെ നാമത്തിൽ അത് അനുഗ്രഹമാകും. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിക്കുന്നത് വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച്, ദൈവമേ, ഞങ്ങൾക്ക് തലമുറകളെ ലഭിക്കുമോ? കുഞ്ഞിനെ എടുത്ത ഒരു അപ്പനെയോ കുഞ്ഞിനെ എടുത്ത ഒരു അമ്മയോ കാണുമ്പോൾ, അതുപോലൊരു കുഞ്ഞിനെ കൈകളിൽ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കുന്നവരുണ്ട്, കടങ്കഥ പറയുവല്ല, ചുമ്മാ ആളുകളെ വിഷമിപ്പിക്കാൻ പറയുവല്ല. കൊതിക്കുന്നവരുണ്ട്, ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്നവരുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ചില ഡോക്ടറെ കണ്ടപ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അത്ഭുതം കാണുമെന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുമെന്ന് വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ജോലി മേഖലയുടെ വാതിൽ തുറക്കണം. എൻ്റെ മകൾ ഒരു രാജ്യത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, വിസ റിജക്റ്റ് ആകുന്നു, ലോണ് പാസ്സാകുന്നില്ല. എല്ലാ വഴികളും 4 വശവും മതിൽ കൊണ്ട് കെട്ടി അടച്ച പോലൊക്കെ തോന്നുന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. ദൈവം നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. ഇസ്രായേൽ ജനമുണ്ടല്ലോ, ചെങ്കടലിന്റെ സമീപത്തെത്തിയപ്പോൾ അവര് സ്തോത്രം ചെയ്യുകയല്ല ചെയ്തത്, പിറുപിറുക്കുക ചെയ്തത്. എവിടെ വഴി? ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? അവിടെ ഞങ്ങൾക്ക് ഫറവോയുടെ അവിടെ അടിമത്തത്തിൽ ഫുഡ് ഉണ്ടായിരുന്നു, ഭക്ഷണമുണ്ട്. ഇവിടെ ഭക്ഷണമില്ല. ഞങ്ങളെ എല്ലാം കൂടെ വളഞ്ഞ് ചുറ്റി പൂട്ടിക്കളഞ്ഞു. അവിടെയാണ് മോശ കരമുയർത്തിയത്. കരമുയർത്തുന്നവന്റെ മുമ്പിൽ വഴികളെ ദൈവം തുറക്കും. തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വാതിലുകളെ തുറക്കും. അതെപ്പോഴും അങ്ങനെയാണ്, അതങ്ങനെയാണ്. നാട്ടുകാർ പറഞ്ഞു, കൈനോട്ടക്കാരൻ പറഞ്ഞു, നാളെ നോക്കുന്നവൻ പറഞ്ഞു, എല്ലാ വഴി അടഞ്ഞാ കാണുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഏത് കൊട്ടിയടച്ച വാതിലും തുറന്നിട്ടുണ്ട്. വാ തുറക്കുന്നവന്റെ മുമ്പിൽ ദൈവം വഴി തുറന്നിട്ടില്ലേ? അന്ധനായ മനുഷ്യൻ വഴിയിലിരുന്ന് വാ തുറന്നു യേശുവേ എന്ന് വിളിച്ചപ്പോൾ അവന്റെ മുമ്പിൽ സൗഖ്യത്തിന്റെ വാതിലാ തുറന്നത്. എല്ലാ സാമ്പത്തിക തകർച്ചയിൽ കിടക്കുന്നവർ വാ തുറന്ന് വിളിക്കുമ്പോൾ അതിന്മേൽ ഒരു തടസ്സത്തെ മറികടന്ന് പുറത്തു കിടക്കാൻ വാതിലാ ദൈവം തുറക്കുന്നത്. വാ തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യത്തിന്റെ വാതിലാ തുറക്കുന്നത്, വിടുതലിന്റെ വാതിലിനെയാ ദൈവം തുറക്കുന്നത്. കർത്താവേ, ആ കരങ്ങളെ ഉയർത്തി ഞങ്ങൾ ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് വാ തുറക്കുന്നവന്റെ മുമ്പിൽ, കൈ ഉയർത്തുന്നവന്റെ മുമ്പിൽ വാതിലുകളും വഴികളും തുറക്കുന്നു. ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നു. അർത്ഥമറിഞ്ഞെന്ന് പാടിയേ. സ്വപ്നം കാണുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. ഇനി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശരീരത്ത് ട്യൂമർ, മുഴകളുള്ളവർ, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണോ എന്നൊരു സംശയമുണ്ട്, പേടിച്ചായിരിക്കുന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ചേ, അത്ഭുതങ്ങൾ നടക്കും. വലിയ ദൈവപ്രവൃത്തി ആ വിഷയത്തിനകത്ത് നടക്കും. കണ്ണിന് കാഴ്ച പ്രശ്നമുള്ളവർ പ്രാർത്ഥിക്കുക. എൻ്റെ വീടും സ്ഥലവും ഒന്ന് വിറ്റ കടം വീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരില്ലേ?
ആരൊക്കെയോ ഞങ്ങളുടെ വീട് സ്ഥലവും വിൽക്കാൻ തടസ്സമാണ്, അത് നോക്കണ്ട, ദൈവം നിനക്ക് വാതിൽ തുറക്കുന്നുണ്ട്. ചിലരുടെ കയ്യിൽ ഒരു പിടി മണ്ണ് ഇരിപ്പുണ്ട് ആ കൂടിനകത്ത്, ചിലരുടെ ബാഗിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇരിപ്പുണ്ട്, പറമ്പിൽ നിന്ന് വാരിക്കൊണ്ട് വന്നതാ. അതൊക്കെ എടുത്തു പിടിച്ചിട്ട് പറഞ്ഞേ, ഞാനൊരു അത്ഭുതം കാണും. ആരൊക്കെ വഴിയടച്ചാലും ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. 2, പാസ്പോർട്ടൊക്കെ ആയിട്ട് വന്നവർ കൈകളെടുത്തിട്ട് പറ, ഇതിനകത്ത് ദൈവം എന്നെ സ്നേഹിക്കുന്നതിന്റെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം. ഈ വിസ റിജക്റ്റ് ആകാൻ പാടില്ല, ഇതിനകത്ത് എനിക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാകണം, ഒരു വാതിൽ തുറന്നു കിട്ടണം. പ്രാർത്ഥിക്ക്. ജപ്തിയുടെ നടുവിൽ നിൽക്കുന്നവർ, സ്വന്തമായ ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, BSc നഴ്സിംഗിന് പഠിക്കുന്നവർ, OIT IELTS എക്സാമിന് പഠിക്കുന്നവർ, ജർമ്മൻ ഭാഷ പഠിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ PR കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ, ലക്ഷങ്ങൾ മുടക്കി പോയതാ, തിരിച്ച് ലജ്ജിച്ച് വരേണ്ടി വരുവോ? ഇല്ല, വീണടത്ത് കിടക്കും, ചെന്നിടത്ത് വളരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ചെടികൾ അത് ഒടിച്ചത്, അതിനെ പറമ്പിലോട്ടിട്ട് 2 മാസം കഴിയും, അത് വീണടത്ത് ഉഷാറായിട്ട് കയറി വരുവാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമാണോ എത്തിച്ചത്? ഉഷാറായിട്ട് വരും, അനുഗ്രഹമായി വരും. 2 കരങ്ങളും ഒന്ന് ഉയർത്തി പിടിക്കാം. കണ്ണുകളെ അടച്ച് ഇപ്പോൾ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കും. ചെവിയുടെ കേൾവി പ്രശ്നമുള്ളവർ, ചില വൈരാഗ്യത്തിലും വെറുപ്പത്തിലും കഴിയുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ച്, നഷ്ടപ്പെട്ട സ്വർണത്തെ ഓർത്ത്, പണത്തെ ഓർത്ത് വിഷമിക്കുന്നു, ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ, കർത്താവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അലർജി രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു, വെള്ളപ്പാണ്ട് മാറാൻ പ്രാർത്ഥിക്കുന്നവർ, വിസ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നവർ, PCOD പ്രശ്നം മാറുവാൻ, മക്കൾ വിശ്വാസത്തിൽ വളരുവാൻ, സകല നിയോഗം അൾത്താരിൽ എടുത്തു വെച്ച നിയോഗങ്ങളെ സകലതും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ, അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ അത്ഭുതങ്ങൾ സംഭവിക്കും, ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കും. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ വീഴ്ചെന്നെ വഴി നടച്ചെന്ന് പറമോ? വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈയിൽ പീഡിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലരും അടഞ്ഞിടലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ വീഴ്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കാ കരുതും അവൻ നല്ല ഓഹരി, അമ്മേനായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, നിങ്ങളുടെ കരങ്ങളിൽ ആ നിയോഗ കൊന്തയുണ്ടെങ്കിൽ എടുത്ത് പിടിക്കാം. 3 പ്രാവശ്യം ആ നിയോഗ പ്രാർത്ഥന ചൊല്ലുവാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഏറ്റവും ഉചിതമായ സമയത്തായിരുന്നു ഞാൻ ഇന്ന് ഈ വചനം കേട്ടത്, ഏറ്റവും അത്യാവശ്യമായ ഒരു സമയത്താണ് ദൈവം എന്നെ ഈ വചനമൊക്കെ കേൾപ്പിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, ബാംഗ്ലൂർ ഒക്കെ, തമിഴ്നാട്, ചെന്നൈ, പൂനെ എന്നൊക്കെ ആൾക്കാരുണ്ട്. എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു അനുഗ്രഹമായിട്ടാണ് പോകുന്നത്. കാര്യം ഞങ്ങൾക്കറിയാം, ചുരമിറങ്ങി മണിക്കൂറുകൾ യാത്ര ചെയ്ത് ചിലപ്പോൾ വെളുപ്പിന് 6 മണിയാകും നാട്ടിലെത്തുമ്പോൾ, ചിലപ്പോൾ 8:30 ആകും നാളെ, ചിലപ്പോൾ രാത്രി 12 മണിയൊക്കെ ആകും. കർത്താവ് വീടെത്തുമ്പോൾ വീട്ടിലെങ്ങനെ ആയിരിക്കും, ജീവിത പങ്കാളി എങ്ങനെ ആയിരിക്കും, ദേഷ്യമായിരിക്കുമോ, കള്ളു കുടിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷെ ദൈവത്തിന് വേണ്ടി നിന്നവരെ ഉണ്ടല്ലോ, ദൈവം ഇന്നു വരെ കൈയൊഴിഞ്ഞിട്ടില്ല. 2 കാര്യമുണ്ട്. കൈയൊഴിയുന്ന മനുഷ്യരെ കാണാം പലയിടത്തും, പക്ഷെ കൈയൊഴിയുന്നൊരു ദൈവത്തെ ഈ പുസ്തകത്തിനകത്ത് എവിടെയും കാണത്തില്ല. കൈയൊഴിയുന്ന മനുഷ്യന്മാർ സ്ഥലം, സമയം, സാഹചര്യമൊക്കെ നോക്കി കൈയൊഴിഞ്ഞു പോകും. ദൈവം നിന്നെ കൈയൊഴിയത്തില്ല. അത് വിശ്വസിച്ച കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞ് ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ശുശ്രൂഷകർ നേർച്ച ഭക്ഷണവും നേർച്ച അരിയും യഥാസ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കുക.
ചൊല്ലി പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, നസ്രായനായ എൻ്റെ യേശുവേ, ഇന്ന് ഞാൻ സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണം. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണം. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണം. കരങ്ങൾ താഴ്ത്താം. ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ ഒരുമിച്ച് കാണത്തില്ല എങ്കിലും വളരെ നേരത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകരുടെയും വൈദികരുടെയും പേരിൽ ഈ അനുഗ്രഹം എന്ന കുടുംബത്തിൽ നിന്ന് നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുവാണ്. ഈസ്റ്റർ ആശംസിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. മിക്ക വീട്ടിലും ആ ഈസ്റ്റർ അന്ന് വഴക്കും ബഹളവും ചീത്തവിളി, അന്ന് ഇച്ചിരി കള്ളു കുടിച്ചു, ഭക്ഷണം എടുത്ത് എറിഞ്ഞു. നമ്മൾ കൊതിയോടെ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വീട്ടിലന്ന് സന്തോഷമുള്ള ദിവസം, ആവശ്യമില്ലാത്ത വഴക്കുണ്ടാവില്ല. ഒരാൾ ആ മുറി പോയി, ഒരാൾ ഈ മുറി കിടന്ന് കുറേ നേരം TV ഓണാക്കി കുറേ നേരം കിടന്ന് ആ ദിവസം പോയി. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരിക്കൽ കൂടി പറയാം, ഈ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റണില്ലല്ലോ, ഒരു നല്ല ഇറച്ചി മീനും ഒക്കെ മേടിച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പൈസ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു കരുതൽ ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരിക്കലും മടി വിചാരിക്കേണ്ട. നിങ്ങളുടെ വീടാണ്. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത്. ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത്. ഒരാളും മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിമ പോലീസ് പിടിച്ചു ജയിലിൽ കിടക്കുക കേൾക്കാൻ ഇടയാകരുത്. എന്ത് കേൾക്കാൻ ഇടയാകണം? ഇവിടെ വന്ന് നിയോഗം പ്രാർത്ഥിച്ചവരാകാം, വചനം കേൾക്കുന്നവരാ, രക്ഷപ്പെട്ടു എന്ന് കേൾക്കണം. നമ്മളെ പലരും അങ്കിളും ആൻറ്റി എന്നൊക്കെ വിളിക്കണ്ടേ? നമ്മളെ പലരും അങ്കിളും ആൻറ്റി എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥ വരണം. നമ്മളിലെ നന്മ കണ്ട് പലരും അമ്പരക്കണം. ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരണം, പ്രതാപത്തോടെ ഐശ്വര്യത്തോടെ. ആ കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഒന്നുമില്ല